ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഫ്ലഫിയുമായിട്ടുള്ള ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കാം. ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ടി 1/2 കപ്പ് ഉഴുന്ന് ഒരു ബൗളിലേക്ക് ഇടാം. ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരി ചേർക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിത് രണ്ടും നന്നായിട്ട് കഴുകി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുകയാണ്. ഇത് നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. എന്നാൽ ഇത് 2 മണിക്കൂറിൽ കൂടുതലൊന്നും കുതിർത്താനും പാടില്ല. ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂറിനുള്ളിൽ നമുക്കിത് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുതിർത്ത് വെച്ച് വെള്ളം കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അല്പം വെള്ളവും കൂടി ചേർക്കാം. വെള്ളം ഉഴുന്നിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഉഴുന്നിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ആയിട്ട് ഒരിക്കലും വെള്ളം ഉണ്ടാവരുത്. ഒരു 1/2 ഇഞ്ചെങ്കിലും താഴ്ത്തിയിട്ട് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല കട്ടി ഉണ്ടായിരിക്കണം ഈ മാവ്. ഇഡ്ഡലി മാവിനേക്കാളും കട്ടി ഉണ്ടായിരുന്നാൽ നല്ലതാണ്. ഇനി മാവിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 പച്ചമുളക് അരിഞ്ഞത്, അല്പം കറിവേപ്പില അരിഞ്ഞത്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളകും അല്ലെങ്കിൽ കായം പൊടിയും ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ബോണ്ടയുടെ ഷേപ്പിൽ നന്നായിട്ട് ഉരുണ്ടതുപോലെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് നുള്ളിയിട്ടാലും മതി. സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നില്ല. ഇതുപോലെ ഓരോ ബോണ്ട പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഈ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ ഉഴുന്ന് ബോണ്ടയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് ബോണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കൂടുതൽ നല്ലത് തേങ്ങാ ചട്നി തന്നെയാണ്. ഉഴുന്ന് ബോണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അറിയിക്കുക. അതുപോലെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്